Hi friends, Assalamu alaikum. Welcome back to our channel. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസിയായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണ്. ആദ്യം തന്നെ ഒരു ചൂടായ പാനിലേക്ക് ഒരു മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളിവിടെ ഒരു മഗ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി 2 മഗ് വെള്ളം എടുക്കണം. അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു മഗ് വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മന്തി മസാലയും കുറച്ച് സ്പൈസസും ഒരു ചിക്കൻ മാഗി ക്യൂബും ഒരു ഉണക്ക നാരങ്ങ, നാലോ അഞ്ചോ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ അവസാനമായി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നും ചിക്കൻ മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ മാറ്റിവെച്ച ചിക്കനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം മാറ്റിവെക്കുക. അതിനുശേഷം വേറൊരു പാൻ ചൂടാൻ വെക്കുക. അതിനു മുമ്പായി നമുക്ക് ഗാർലിക് ഓണിയൻ പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു 2 ഓണിയൻ, കുറച്ച് അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം.
ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗാർലിക് ഓണിയൻ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1 മഗ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് മഗ്ഗിലാണോ റൈസ് എടുക്കുന്നത് അതേ മഗ്ഗിൽ വേണം 2 മഗ് വെള്ളം എടുക്കാൻ. അതിൽ നിന്ന് തന്നെ ആദ്യം തന്നെ നമ്മൾ 1 മഗ് വെള്ളം ചിക്കൻ വേവിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ബാക്കി 1 മഗ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച് മാറ്റിവെച്ച വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ റൈസ് അടച്ചു വെച്ച് വേവിക്കുക. റൈസ് വെന്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കുക. ഈ വേവിച്ച ചിക്കനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഫ്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ ചിക്കനും റൈസിന് മുകളിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം റൈസും ചിക്കനും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.